ഹായ് എവരിവൺ, നമ്മളിന്ന് ബോട്ടണിക്കകത്ത് തന്നെ വരുന്നുള്ള റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററിലോട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ്, വെജിറ്റേറ്റീവ് പ്രൊപ്പക്യൂൾസ്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതിനകത്തുള്ള ഈവൻസ്, ഓവിപാരി, വിവിപാരി, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ എന്താണെന്നാണ്. ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓർഗാനിസം, അതായത് അതിൻ്റെ ബർത്ത് തൊട്ട് അതിൻ്റെ നാച്ചുറൽ ഡെത്ത് വരെയുള്ള ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലൈഫ് സ്പാൻ എന്ന് പറയാം അല്ലേ. ഒരു ഓർഗാനിസത്തിൻ്റെ ബർത്ത് തൊട്ട് അതിൻ്റെ നാച്ചുറൽ ഡെത്ത് വരെ ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലൈഫ് സ്പാൻ എന്ന് പറയാം. അപ്പോൾ എന്താണ്, റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടുള്ള ചില ഫാക്ടേഴ്സാണ് പിന്നീട് കൊടുത്തിരിക്കുന്നത്. സോ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്പീഷീസിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണെന്ന് ഉറപ്പുവരുത്തുന്നത് ഏത് മെത്തേഡിലൂടെയാണ്? റീപ്രൊഡക്ഷനിലൂടെയാണ്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് എൻഷുവേഴ്സ് ദാറ്റ് സ്പീഷീസ് ആർ കണ്ടിന്യൂഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് സ്പീഷീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് റീപ്രൊഡക്ഷനിലൂടെയാണ്. ആൻഡ് it leads to the development of genetic variation. ഇവിടെ genetic variation ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ ദ വേരിയേഷൻ ഇൻ ജനറ്റിക് ഈസ് ഇൻഹെറിറ്റഡ് ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ. അങ്ങനെ ഓരോ വേരിയേഷൻ ഉണ്ടാവുന്നുള്ളത് റീപ്രൊഡക്ഷൻ ടൈമിൽ അത് ഇൻഹെറിറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഓരോ ലെവലിലും. ഇനി ഒരു പാരൻ്റ് മാത്രമുള്ള ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനെയാണ് നമ്മൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. രണ്ട് പാരൻ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. സോ ഓൺലി വൺ പാരൻ്റ് സെക്ഷുവലി, ടു പാരൻസ് ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സിലുള്ള രണ്ട് പാരൻ്റ് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇതിനകത്ത് ഒരു പാരൻ്റ് മാത്രമേ ഉള്ളൂ, അവിടെ നിന്നാണ് ഡോട്ടർ ന്യൂക്ലിയസ് ഇങ്ങനെ ആയിക്കൊണ്ട് വരുന്നുള്ളത്. ഇവിടെ രണ്ട് പാരൻസ് ഉണ്ട് അല്ലെ, 1, 2. ഈ രണ്ട് പാരൻസിൽ നിന്നാണ് ഒരു ന്യൂ ഓഫ് സ്പ്രിങ് വരുന്നുള്ളത്. അതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അസെക്ഷുവൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൺലി വൺ പാരൻ്റ് മാത്രമേ അതിനകത്ത് പങ്കെടുക്കുന്നുള്ളൂ. പിന്നെ എന്താണ്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ് സ്പ്രിങ് എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും. നമ്മുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഏജിൽ എന്താണ്, രണ്ട് പാരൻ്റ് പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് പാരൻസിൻ്റെയും ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, ഒരിക്കലും ഓഫ് സ്പ്രിങ്സ് ഐഡൻറ്റിക്കലായിട്ട് വരില്ല. ഒരിക്കലും അല്ല, ഓഫ് സ്പ്രിങ്സ് ഐഡൻറ്റിക്കലായിട്ട് ട്വിൻസിൻ്റെ കേസിലൊക്കെ വരാറുണ്ട് അല്ലേ. ഓഫ് സ്പ്രിങ്സ് ഒരിക്കലും എന്താണ്, പാരൻസിൻ്റെ അതുപോലുള്ള ഓഫ് സ്പ്രിങ്സ് വരില്ല അല്ലേ. ഇവിടെ എന്ന് വെച്ചാൽ പാരൻറ്റും നമ്മുടെ എന്താണ് ഓഫ് സ്പ്രിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കാരണം അവിടെ വേരിയേഷനൊന്നും നടക്കുന്നില്ല. പിന്നെ കോമൺ ആയിട്ട് ഇത് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണാറുള്ളത്. പിന്നെ പ്ലാന്റ്സിനും ആനിമൽസിനും, സിമ്പിൾ ഓർഗനൈസേഷനുള്ള പ്ലാന്റ്സിനും ആനിമൽസിനകത്ത് ഇത് കാണാറുണ്ട്. പിന്നെ ചില മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിനകത്ത് കാണാറുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് പറയുമ്പോൾ യൂണിസെല്ലുലാർ ആണ്. പിന്നെ സിമ്പിൾ ഓർഗനൈസേഷനിലുള്ള പ്ലാന്റ്സും ആനിമൽസിനും കാണപ്പെടാറുണ്ട്. പിന്നെ മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിലും. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ് ഓരോ മെത്തേഡായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ഫിഷൻ, ബൈനറി ഫിഷൻ എന്ന് പറയും. പ്രൊക്കാരിയോട്ടിക് മൈക്രോ ഓർഗാനിസത്തിനും അതുപോലെ തന്നെ കുറച്ച് എന്താണ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിനും അതാണ് ഈ ഫിഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസം, ഒരു സെല്ല്, ഒരു ഓർഗാനിസം ഇപ്പോൾ നമ്മളൊരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എടുക്കുന്നു. അതൊരു പർട്ടിക്കുലർ ഒരു മെച്യൂർ പീരീഡ് എത്തുമ്പോൾ അതിനുശേഷം എന്തായി, ആ സെല്ല് തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, രണ്ട് ഓഫ് സ്പ്രിങ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ആഫ്റ്റർ എ ഗ്രോത്ത് പീരീഡ്, ഒരു ഗ്രോത്ത് പീരീഡ് അത് അറ്റൈൻ ചെയ്തിരിക്കുമ്പോൾ ആ ഓർഗാനിസം എന്ത് ചെയ്യും, രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആൻഡ് സം സിംഗിൾ സെൽഡ് യൂകാരിയോട്സ് ഗോ ത്രൂ ബൈനറി ഡിവിഷൻ വയ മൈറ്റോസിസ്. സോ മൈറ്റോസിസ് വഴിയും പോവാറുണ്ട്. ഇവിടെ എന്താണ്, ഫിഷനകത്ത് എന്താണ് നടക്കുന്നത്, വലിയൊരു ഓർഗാനിസം സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഡോട്ടർ ന്യൂക്ലിയായി മാറുന്നു. അവർ പിന്നീട് ഗ്രോ ചെയ്തിട്ട് അവർ ഒരു സർട്ടൻ ഗ്രോത്ത് അറ്റൈൻ ചെയ്യുമ്പോൾ വീണ്ടും അവർ സ്പ്ലിറ്റ് ചെയ്ത്, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇതുപോലെ തന്നെ ഇവിടെ എന്താ ചെയ്തത്, ഫസ്റ്റ് പാരൻറ്റ് സെല്ല് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഫിഷൻ്റെ കേസിൽ പറയാനുള്ളത്. ആൻഡ് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് പാർട്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് സെപ്പറേറ്റഡ് ആൻഡ് എ സെക്കൻഡ് ഇൻഡിവിജ്വൽ ഈസ് ഫോംഡ്. സോ ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് പുതിയൊരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ ഫോർ എക്സാമ്പിൾ ലോട്ട്സ് ഓഫ് ആസ്ട്രോയിഡ് എക്കിനോഡേംസ്, the technique takes place while the central disc separates. നമ്മുടെ എക്കിനോഡേംസിലൊക്കെ എന്താണ്, സെൻട്രൽ ഡിസ്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് അതൊരു സെക്കൻഡ് ഇൻഡിവിജ്വലായിട്ട് മാറുന്നതാണ് ചെയ്യുന്നത്. പിന്നെ ചില സീ ആനിമോൺസ് അതുപോലെ തന്നെ ഫ്യൂ പോളിപ്സ് ഓൾസോ റീപ്രൊഡ്യൂസ് വയ ഡിവിഷൻ. അപ്പോൾ ഡിവിഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
പിന്നെ ചില കേസസിൽ എന്താണ്, ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ന്യൂക്ലിയസ് ഡിവൈഡ്സ് സെവറൽ ടൈംസ് ബൈ അമൈറ്റോട്ടിക് ഡിവിഷൻ. എന്താണ്, ചില കേസിൽ ഈ ന്യൂക്ലിയസ് സെവറൽ ടൈംസിൽ മൈറ്റോട്ടിക് ഡിവിഷനിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് കോപ്പീസ് ഓഫ് ന്യൂക്ലിയ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ രണ്ട് ഓർഗാനിസം ആകുമ്പോൾ രണ്ട് ന്യൂക്ലിയാണ്. ഇത് ഒരുപാട് ടൈം ഇവിടെ മൾട്ടിപ്പിൾ ഡിവിഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ന്യൂക്ലിയൈ ഉണ്ടാവുന്നു. സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ പക്ഷേ അവിടെ നടക്കുന്നില്ല, ന്യൂക്ലിയൻ്റെ ഡിവിഷൻ മാത്രമാണ് നടക്കുന്നുള്ളത്. സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ അവിടെ നടക്കുന്നില്ല. സൈറ്റോപ്ലാസം അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദെർഫോർ മെനി യൂണിസെല്ലുലാർ ആൻഡ് സീഡ്ലെസ് ഓഫ് സ്പ്രിങ് ആർ ഫോംഡ് ഫ്രം എ സിംഗിൾ സെൽ. അപ്പോൾ ഒരുപാട് യൂണിസെല്ലുലാർ ഓർഗാനിസം ഒരു സെല്ലിൽ നിന്ന് തന്നെ ഈ മെത്തേഡിലൂടെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയാം. അമീബയും പാരമീസിയും അതിനകത്ത് വരുന്നില്ല. മൾട്ടിപ്പിൾ ഫിഷൻ വഴിയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൈനറി ഫിഷൻ കണ്ടല്ലോ, ഒരു പാരൻ്റ് അമീബ 2 ഡോട്ടർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ ഫിഷനകത്ത് എന്താ കാണുന്നത്, ഒരുപാട് ന്യൂക്ലിയസ് ഇതാ അമൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. എന്നിട്ട് ഓരോ ന്യൂക്ലിയസിനെ അവർ സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. ഇതാണ് മൾട്ടിപ്പിൾ ഫിഷനകത്ത് വരുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്പർ ഓഫ് ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ്ഡ്, ടൈം ഓഫ് ഫോർമേഷൻ, ഫേറ്റ് ഓഫ് പാരൻറ്റ്. ബൈനറി ഫിഷിൻ്റെ കേസിൽ 2 ഡോട്ടേഴ്സാണ്, ഇവിടെ ഒരുപാട് ഡോട്ടർ സെൽസ് വരുന്നുണ്ട്. ടൈം ഓഫ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ബൈനറി ഫിഷൻ ഫേവറബിൾ കണ്ടീഷൻസിലാണ്, ഇവർ അൺഫേവറബിൾ കണ്ടീഷൻസിലാണ് മൾട്ടിപ്പിൾ ഫിഷൻ. ഫേറ്റ് ഓഫ് പാരൻറ്റ്, നത്തിങ് ഈസ് ലെഫ്റ്റ് വിത്ത് പാരൻറ്റ് അല്ലേ, പാരൻറ്റ് തന്നെയാണ് 2ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നത്തിങ് ഈസ് ലെഫ്റ്റ് വിത്ത് പാരൻറ്റ്. ഇവിടെ റെസിജ്വൽ സൈറ്റോപ്ലാസം ഈസ് ലെഫ്റ്റ്, അല്ല സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷൻ അവിടെ നടക്കുന്നില്ല, അപ്പോൾ സൈറ്റോപ്ലാസം അവിടെ ബാക്കിയാവുന്നുണ്ട്. അപ്പോൾ അതാണ് ഫിഷൻ്റെ കേസിൽ പറയാനുള്ളത്. ബൈനറി ഫിഷൻ, മൾട്ടിപ്പിൾ ഫിഷൻ, അതിൻ്റെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കാം. നമുക്ക് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൽ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയും ഈ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാൻസ് 2 ചാപ്റ്റർ കൂടിയിട്ട് 2 മാർക്കാണുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പല എക്സാമ്പിൾസും ആയിരിക്കും മിക്കവാറും ചോദിക്കാം. പിന്നെ ബഡ്ഡിങ്, നെക്സ്റ്റ് മെത്തേഡാണ് സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് വരുന്നതാണ് ബഡ്ഡിങ്. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട് ഓഫ് സെല്ല്, നമ്മുടെ ആ ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു റീജിയൻ ഓഫ് ദ ബോഡി എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് പോകും. എന്നിട്ട് അവിടുന്ന് പുതിയൊരു ഓർഗാനിസം ഉണ്ടാവും. ബഡ്ഡിങ് കോമൺ ആയിട്ട് കാണപ്പെടാറുള്ളത് കോറൽസിലും ഹൈഡ്രാസിലുമാണ്. ഫിഗറുണ്ട് ഇവിടെ, കോറൽസിലും ഹൈഡ്രാസിലുമാണ് ഇത് കോമൺ ആയിട്ട് കാണപ്പെടാറുള്ളത്. ഹൈഡ്രനകത്ത് എന്താണ്, ഇത് അഡൽട്ട് ഹൈഡ്ര. ഇവരെന്ത് ചെയ്യുന്നു, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് മേലെ ഭാഗവും ഗ്രോ ചെയ്യുന്നു, താഴെ ഭാഗവും ഗ്രോ ചെയ്യുന്നു. അഡൽട്ട് ബഡ് ഈസ് ഫോംഡ് ദാറ്റ് ഗ്രോസ് അപ്പ് ആൻഡ് ഡിറ്റാച്ചസ് ഫ്രം ദ മെയിൻ ബഡ്. ഇത് റീജനറേഷൻ ആണ് കേട്ടോ. നമ്മൾ ബഡ്ഡിങ്ങിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈഡ്രനകത്ത് തന്നെ ഇത് ഇവിടെ ഒരു കുഞ്ഞ് ഹൈഡ്ര ഫോം ചെയ്യും. ഈ ഹൈഡ്ര എന്നിട്ട് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് വരും, എന്നിട്ട് പുതിയൊരു ഹൈഡ്രയായിട്ട് മാറും. അതാണ് ഇതിൻ്റെ കേസിൽ നടക്കുന്നത്, ബഡ്ഡിങ്ങിൻ്റെ കേസിൽ നടക്കുന്നത്. അപ്പോൾ ബഡ്ഡിങ് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ഒരു പാർട്ട്, നമ്മുടെ ഒരു ഓർഗാൻസ് ഇവിടെ ഉണ്ട്, ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഒരു കുഞ്ഞു ഓഫ് സ്പ്രിങ് വരും, ഒരു പാർട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരും. എന്നിട്ട് ഇത് ചെറിയൊരു ഗ്രോത്ത് സ്റ്റേജ് എത്തുമ്പോൾ ഇവർ ഇവിടുന്ന് സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് വരും. എന്നിട്ട് ഇത് പുതിയൊരു ഓർഗാൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. വീണ്ടും അവർ ന്യൂ ഓർഗാൻസത്തിന് ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഇതിനകത്ത് നടക്കുന്നത്, ബഡ്ഡിങ്ങിനകത്ത് നടക്കുന്നത്. പിന്നെ റീജനറേഷൻ ഇൻ ഹൈഡ്ര കൊടുത്തിട്ടുണ്ട്. ബഡ്ഡിങ് ഇൻ ഈസ്റ്റ് കണ്ടില്ലേ, ഇതുപോലെ തന്നെയാണ് നമുക്ക് ഏതിൻ്റെ കേസിൽ പറയാനുള്ളത്, ബഡ്ഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഇവിടെ ഒരു ബഡ് ഫോം ചെയ്യും, ആ ബഡ് ഇവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകും, ആ ബഡ് പുതിയൊരു ന്യൂക്ലിയ ആയിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ബഡ്ഡിങ്ങിൻ്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ സ്പോറുലേഷൻ ഓർ സ്പോർ ഫോർമേഷൻ. നെക്സ്റ്റ് ആണ് സ്പോർ ഫോർമേഷൻ. സ്പോർ ഫോർമേഷനെ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്പോറോജനസിസ് എന്ന് പറയുന്നത്. സ്പോറോജനസിസ്, അതായത് സ്പോറ എന്ന് പറഞ്ഞാൽ എന്താണ്, സീഡാണ്. ജനസിസ് എന്ന് വെച്ചാൽ ബർത്ത് അല്ലെങ്കിൽ ഒറിജിനാണ്. അപ്പോൾ സീഡിൻ്റെ ബർത്ത് അല്ലെങ്കിൽ ഒറിജിനാണ് എന്തെന്ന് പറയുന്നത്, സ്പോറോജനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പോർ എന്ന് വെച്ചാൽ ശരിക്കും എന്താണത്, ഡോർമൻ്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സെൽസ് ആണ്. അതായത് ആക്റ്റീവ് അല്ല, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവർ ആക്റ്റീവ് അല്ല. അവർക്ക് നല്ല ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ അവർ മെല്ലെ ജെർമിനേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേജിലായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എന്താണ് റീപ്രൊഡക്റ്റീവ് സെൽസ് ആണ് ഏത്, നമ്മുടെ സ്പോർസ് എന്ന് പറയുന്നത്. സ്പോർസ് നമ്മുടെ സീഡ്സ് പോലെ അല്ല കേട്ടോ. സീഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെയാണ്, സ്പോർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെയാണ്. എന്താണ്, സ്പോർസിനകത്ത് എംബ്രിയോ ഒന്നുമില്ല. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്തിട്ടൊന്നുമല്ല സ്പോർസ് ഫോം ചെയ്യുന്നുള്ളത്, അത് സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ്. സീഡ്സിൻ്റെ കേസിലാണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവിടെ പറഞ്ഞില്ലേ, അത് രണ്ടും ഫ്യൂസ് ചെയ്തിട്ടാണ് സീഡ്സ്
ഫോം ചെയ്യുന്നുള്ളത്. പിന്നെ സ്പോർട്സിന് തിക്ക് വാൾസ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്വേഴ്സ് കണ്ടീഷനിലൊക്കെ ഭയങ്കര റെസിസ്റ്റൻസ് ആണുള്ളത്. ഹൈ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ലോ വാട്ടർ കണ്ടൻറ്റ്, ലോ ഹ്യൂമിഡിറ്റിനൊക്കെ ഇവർ ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഇവർ മെല്ലെ ജെർമിനേറ്റ് ചെയ്യും. സ്പോർട്സ് എവിടെയൊക്കെയാണ് കാണുക? ചില പ്ലാന്റ്സിനകത്തും കാണാറുണ്ട്, ചില ഫംഗൈനകത്തും കാണാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫിഷൻ പറഞ്ഞു, ബഡ്ഡിങ് പറഞ്ഞു, അതുപോലെ തന്നെ സ്പോറോജെനസിസ് അല്ലെങ്കിൽ സ്പോർ ഫോർമേഷൻ പറഞ്ഞു. ഇനിയാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാരൻ്റ് ഓർഗാനിസം ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഇവിടെ മാറും. കണ്ടില്ലേ? ഇതൊരു ഫ്രാഗ്മെൻറ്റ്, ഇതൊരു ഫ്രാഗ്മെൻറ്റ്, ഇതൊരു ഫ്രാഗ്മെൻറ്റ്, ഇങ്ങനെ 3 ഫ്രാഗ്മെൻ്റ് ആയിട്ട് മാറുന്നു. എന്നിട്ട് ഈ ഓരോ ഫ്രാഗ്മെൻറ്റിൽ നിന്നും പുതിയൊരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ദ ന്യൂ ഫ്രാഗ്മെൻറ്റ് ഈസ് കാപ്പബിൾ ഓഫ് ബിക്കമിങ് എ ന്യൂ ഓർഗാനിസം. അത് എവിടെയൊക്കെയാണ് കാണുന്നത്? ഈസ്റ്റിൽ, ലൈക്കൻസിൽ, മോൾഡ്, അതുപോലെ തന്നെ വസ്കുലർ ആൻഡ് നോൺ വസ്കുലർ പ്ലാന്റ്സ്, സയനോബാക്ടീരിയ, ആനിമൽസ്, സ്റ്റാർസ്, പ്ലാനേറിയൻസ്, അനലിഡ്സിലൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രാഗ്മെൻറ്റേഷൻ കാണുന്നത്. ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറുന്നു, എന്നിട്ട് ഓരോ ഫ്രാഗ്മെൻറ്റും എന്തായിട്ട് മാറുന്നു? പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നു. Human activity, predation and other environmental factors can cause them to break up into fragments. അപ്പോൾ ചില അവരെന്താണ് അൺഫേവറബിൾ കണ്ടീഷൻസിൽ വരുമ്പോഴാണ് അവർ പെട്ടെന്ന് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറുന്നുള്ളത്. എന്നിട്ട് ഓരോ ഫ്രാഗ്മെൻറ്റും പുതിയൊരു ഓർഗാൻസ് ആയിട്ട് മാറുന്നു. അപ്പോൾ എക്സാമ്പിൾസ് നോക്കിച്ചോളൂ. ഈസ്റ്റ്, ലൈക്കൻസ്, മോൾഡ്, വസ്കുലർ ആൻഡ് നോൺ വസ്കുലർ പ്ലാന്റ്സ്, സയനോബാക്ടീരിയ, അതുപോലെ തന്നെ ആനിമൽസിൻ്റെ കേസിൽ സ്റ്റാർസ്, പ്ലാനേറിയൻസ്, അനലിഡ്സ് ഒക്കെയാണ് വരുന്നത്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സിൻ്റെ കേസിൽ കൂടി നോക്കാനുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സിൻ്റെ കേസിൽ കൂടി നോക്കാനുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് ഫിഷൻ. ഫിഷൻ കോമൺ ആയിട്ട് ഫംഗയിലും ആൽഗയിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഒരു സ്റ്റെം സെല്ല് എന്തായിട്ട് മാറുന്നു? ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. ഈച്ച് ഡോട്ടർ സെൽ ഈവൻച്വലി ബിക്കംസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഓർഗാനിസം. ഫിഷിൻ്റെ നമ്മൾ ഫിഗറൊക്കെ കണ്ടില്ലേ? ഒരു മദർ സെല്ല് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. എന്നിട്ട് ഓരോ ഡോട്ടർ സെൽസും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ജീവിക്കുന്നു. ഇനി ബഡ്സ് ചില ആൽഗയെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്റ്റിയോട്ട, ഫ്യൂക്കസ്, അതുപോലെ തന്നെ ഓർ ബഡ്സ് ലൈക്ക് ഇൻ പ്രോട്ടോസൈഫൺ ലൈക്ക് ഈസ്റ്റ് മഷ്റൂംസ് പ്രൊഡ്യൂസ് സ്പ്രൗട്ട്സ്. അതുപോലെ അവർ ബഡ്സ് ഫോം ചെയ്യും. ഇത് അൺഈവൻ ഡിവിഷൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുന്നുള്ള ഇതാണ്. അവർ മദർ സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവർ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അവർ ന്യൂ ഓർഗാൻസ് ആയിട്ട് മാറും. അതാണ് നമ്മൾ ബഡ്ഡിങ്ങിൻ്റെ കേസിൽ പറഞ്ഞത്. ഇനി ഫ്രാഗ്മെൻറ്റേഷനും നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. പ്ലാന്റ്സിനകത്ത് വെരി കോമൺ ആയിട്ട് നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷനാണ് ഇത് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി കോമൺ വേ ഓഫ് പ്ലാന്റ് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ. പ്ലാന്റ് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഹാവ് ഡിഫറെൻറ്റ് മെക്കാനിസം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാന്റ്സിനും ഡിഫറെൻറ്റ് മെക്കാനിസം ആണ് ഉണ്ടാവുക. അതിപ്പോൾ നമ്മുടെ ഓർഗാനിസത്തിൻ്റെ കേസിലാണെങ്കിലും ഡിഫറെൻറ്റ് ഓർഗാനിസത്തിന് ഡിഫറെൻ്റ് അല്ല ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് എവിടെയും വരുന്നത്. ആൻഡ് ദ പ്രോസസ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ occurs when rooting branches are torn or detached from the main group due to mechanical pressure or some different reason. അവർ സ്വയമായിട്ട് ഫ്രാഗ്മെൻ്റ് ആവുന്നതല്ല, എന്തെങ്കിലും മെക്കാനിക്കൽ പ്രഷറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് എന്താണ് നമ്മുടെ ഇത് സെപ്പറേറ്റ് ആയി പോകുന്നതാണ് കേട്ടോ. പിന്നെ സ്പോർ ഫോർമേഷനും നടക്കുന്നുണ്ട്. ഇതിനകത്ത് പ്ലാന്റ്സിനകത്ത് സ്പോർ ഫോർമേഷനും നടക്കുന്നുണ്ട്. സോ മൊട്ടൈൽ സ്പോർട്സും ഉണ്ട്, അതുപോലെ തന്നെ നോട്ട് മൊട്ടൈൽ സ്പോർട്സും ഉണ്ട്. അതിനെയാണ് നമ്മൾ കൊണീരിയ എന്ന് പറയാം. മൊട്ടൈൽ സ്പോർട്സും ഉണ്ട്, അതായത് മൂവ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. നോൺ മൊട്ടൈൽ ആയിട്ടുള്ള സ്പോർട്സും ഉണ്ട്. അതിനെയാണ് നമ്മൾ കൊണീരിയ എന്ന് പറയുന്നത്. സോ സിലിയേറ്റഡ് ആയിട്ടുള്ള മൊട്ടൈൽ അസെക്ഷൽ സ്പോർട്സിനെ നമ്മൾ സൂസ്പോർട്സ് എന്ന് പറയും. ആൽഗയും ഫംഗിയാണ് ഇതിനെ കോമൺ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. സിലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ഒരു പാർട്ടാണ് അല്ലേ, ഒരു ഓർഗൻ നമുക്ക് പറയാം. അപ്പോൾ സിലിയേറ്റഡ് മൊട്ടൈൽസ് അസെക്ഷൽ പോർസിനെ നമ്മൾ സൂസ്പോർസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ സൂസ്പോർസ് വാട്ടറിനകത്താണ് കാണുന്നത്. സോ ചില സമയത്ത് അവർക്ക് എന്തുണ്ടാവും? ഫ്ലജെല്ല കൂടി ഉണ്ടാവും. അപ്പോൾ അത് ആ ഫ്ലജെല്ലയിൽ അവരെന്ത് ചെയ്യും? ഫ്ലജെല്ലേൻ്റെ ഈ യൂസോട് കൂടി, ഫ്ലജെല്ലേൻ്റെ സഹായത്തോടു കൂടി, ഹെൽപ്പോടു കൂടി ഇവർ വാട്ടറിനകത്ത് സ്വിം ചെയ്യും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ദേ ഡയറക്റ്റ്ലി ഡെവലപ്പ് ഇൻറ്റു ന്യൂ ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽസ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ. ഇവർക്ക് ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പോൾ ഇവർ ന്യൂ ഇൻഡിവിജ്വലായിട്ട് അവിടെ ഗ്രോ ചെയ്യും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് യുലോത്രിക്സും ഈഡോഗോണിയം. ഓക്കെ. ആൻഡ് ദ സം ഓഫ് ദ ഫംഗി ആർ ടെറസ്ട്രിയൽ ടു. വാട്ടറിനകത്ത് മാത്രമല്ല നമ്മുടെ ടെറസ്ട്രിയലിലും എന്ത് കാണപ്പെടാറുണ്ട്? ഫംഗൈന് കാണപ്പെടാറുണ്ട്. പക്ഷെ അത് നോൺ ഫ്ലജലേറ്റഡും നോൺ മൊട്ടൈലാണ് കേട്ടോ. വാട്ടറിനകത്താണെങ്കിലാണ് ഇവർ എന്തായിട്ട് മാറുന്നുള്ളത്? മൊട്ടൈലായിട്ട് ഉണ്ടാവാറുള്ളത്.
പിന്നെ ഇവർക്കും എന്തുണ്ട്, ടഫ് കോട്ട് ഉണ്ട്. അതുപോലെ തന്നെ അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസിൽ അവർ ജെർമിനേറ്റ് ചെയ്യില്ല. ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോഴാണ് ഇവർ ജെർമിനേറ്റ് ചെയ്യുക. എക്സാമ്പിൾസ് ആണ് പെനിസീലിയവും ആസ്പെർജില്ലസും. പെനിസീലിയവും ആസ്പെർജില്ലസും. ഇനി ഒരു ട്രൂ സ്പോർ എവിടെ നിന്നാണോ വരുന്നുള്ളത് അതിനെയാണ് നമ്മൾ സ്പൊറാഞ്ചിയം എന്ന് പറയുക. സോ സ്പൊറാഞ്ചിയത്തിൽ നിന്നാണ് ഈ സ്പോർസിനെ റിലീസ് ചെയ്യുന്നുള്ളത്. ഈ സ്പൊറാഞ്ചിയം എവിടെയാണ് ഉണ്ടാവുക? സ്പോറോഫൈറ്റിലാണ് ഉണ്ടാവുക. സ്പൊറാഞ്ചിയം എവിടെയാണ് ഉണ്ടാവുക? സ്പോറോഫൈറ്റിനകത്താണ് ഉണ്ടാവുക. പിന്നെ ചില ഫേൺസ്, ചില പ്ലാന്റ്സ് ആണ് ഫേൺസ്, നെഫ്രോലെപ്പിസ് എന്ന് പറയുന്നുള്ള ഫേൺസ് എന്ത് ചെയ്യും? സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദീസ് പ്ലാന്റ്സ് ആർ ഹോമോസ്പോറസ്, മീൻസ് ദാറ്റ് ദേ പോസസ് ഓൺലി വൺ കൈൻഡ് ഓഫ് സ്പോർ. അപ്പോൾ എൻ്റെ ലൈഫ് ടൈമിനകത്ത് അവർക്ക് ഒരു ടൈപ്പ് ഓഫ് സ്പോർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഹോമോസ്പോറസ് എന്ന് പറയുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നിരിക്കുന്നത്? ചില ഫേൺസ്, അതായത് നെഫ്രോലെപ്പിസ് എന്ന് പറയുന്ന ഫേണിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു ടെറിഡോഫൈറ്റാണ്, അതായത് സെലാജിനെല്ല, അതുപോലെ തന്നെ ജിംനോസ്പേംസിലൊക്കെ ഹെട്രോസ്പോർസ് ആണ് ഉണ്ടാവുക. അവർ 2 ടൈപ്പ് ഓഫ് സ്പോർസ് ഫോം ചെയ്യും. സോ സൂസ്പോർസ് നമ്മൾ പറഞ്ഞില്ലേ, മൊട്ടയിലായിട്ടുള്ള സൂസ്പോർസ് എന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മുടെ പെനിസീലിയത്തിൻ്റെ ഇതാണ്, കൊണീഡിയാണ്, സ്പോർട്സ് ആണ്. പിന്നെ ജെമ്യൂൾസ് ഇൻ സ്പോഞ്ച്, റീപ്രൊഡക്ഷൻ ഇൻ ക്ലമൈഡോമോണാസ്. ക്ലമൈഡോമോണാസിൻ്റെ റീപ്രൊഡക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഓർഗാനിസംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സും, റീജനറേഷൻ, ബഡിങ്, ഫിഷൻ, അതുപോലെ തന്നെ സ്പോർ ഫോർമേഷൻ, ഇതാണ് മെയിനായിട്ട് വരുന്നുള്ളത്. ഇനി വരുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമുക്കറിയാമല്ലോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന്. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ന്യൂ പ്ലാന്റ്സ് ആർ ഒബ്റ്റെയിൻഡ് വിത്തൗട്ട് പ്രൊഡക്ഷൻ ഓഫ് സെക്ഷൽ സ്ട്രക്ചേഴ്സ്. അതായത് നമ്മുടെ സ്പോർട്സോ സീഡ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരു പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുന്നതാണ്. അതായത് പ്ലാന്റ്സിന് ഡിഫറെൻറ്റ് വെജിറ്റേറ്റീവ് പാർട്സ് ഉണ്ട്. അതായത് റൈസോം, സക്കർ, ബൾബ് എന്നൊക്കെ പറയുന്നില്ല. ആ ഓരോ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ്? ഫ്യൂഷൻ ഒന്നും നടക്കുന്നില്ല. ഫീൽ ഗ്യാമേറ്റിൻ്റെയോ മെയിൽ ഗ്യാമേറ്റിൻ്റെയോ ഫ്യൂഷൻ നടക്കുന്നില്ല. എന്താണ്? ഓൺലി വൺ പാരൻ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആൻഡ് ദിസ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. നാച്ചുറലായിട്ടും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബൾബ്, ട്യൂബർ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള പാർട്സിൽ നിന്ന് നാച്ചുറലായിട്ടും ഉണ്ടാവാറുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ ഇതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഒരു അസെക്ഷൽ മെത്തേഡാണ്. ഇനി അത് നമുക്ക് നാച്ചുറൽ മെത്തേഡ്സും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നോക്കാനുണ്ട്. വിത്ത് നാച്ചുറൽ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്, അതായത് ഒരു ന്യൂ പ്ലാന്റ് അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് തന്നാലെ തന്നെ, അതായത് സാധാരണ രീതിയിൽ തന്നെ അത് തനിയെ തന്നെ വരുന്നുള്ളതിനാണ് നമ്മൾ നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആൾട്ടേർഡ് ഓർഗൻസ് ആയിട്ടുള്ള സ്റ്റെമ്മ്, ലീഫ്, റൂട്ട്, ഫ്ലവർ ഇവിടെ നിന്നൊക്കെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറയാം. ബൈ റൂട്ട്സിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോസ്, ആസ്പാരഗസ്, ഡാലിയാസ് ഒക്കെ. ലീവ്സിൽ നിന്ന് വരുന്നതാണ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ബ്രയോഫൈലം എന്ന് പറയുന്നുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. ബ്രയോഫിലം, അതിൻ്റെ നോട്ട്സ്, നമ്മുടെ ബഡ്സ് എവിടെ നിന്ന്? ദ ബഡ്സ് ഹെൽപ്പ് ഇൻ പ്രൊഡ്യൂസിങ് ആൻഡ് ദ ന്യൂ പ്ലാന്റ്സ്. ലീഫിൻ്റെ എഡ്ജിൽ നിന്ന് പുതിയ പുതിയ ബഡ്സ് വന്നിട്ടാണ് ബ്രയോഫൈലത്തിലൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ചില കേസിൽ ഫ്ലവർ ബഡ്സിൽ നിന്ന് വരുന്നുണ്ട്. ഫ്ലവർ ബഡ്സിൽ നിന്ന്, അതായത് അഗേവ് ആൻഡ് ഓക്സാലിസ്, അതിനകത്ത് ഫ്ലവർ ബഡ്സിൽ നിന്നാണ് പുതിയൊരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ സ്റ്റെമ്മിൽ നിന്ന് വരുന്നുണ്ട്, അതായത് നമ്മുടെ റണ്ണേഴ്സാണ് മിൻറ്റ് പ്ലാന്റ്സിൻ്റെ കേസിൽ. പിന്നെ നെഫ്രോലെപ്സി നമ്മൾ പഠിച്ചില്ലേ, അതിനകത്തും റണ്ണേഴ്സൊക്കെയാണ്. സ്റ്റെമ്മിനകത്ത് നിന്ന് വരുന്ന ഒരുപാട് ഓർഗാനിസം നമുക്കറിയാം. ഹൈബിസ്കസ്, അതുപോലെ തന്നെ റോസ് ഫ്ലവർ, ജാസ്മിൻ, ഇതൊക്കെ നമ്മൾ സ്റ്റെമ്മിൽ നിന്ന് വരുന്നുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് നാച്ചുറലായിട്ട് വരുന്നതിനാണ് നമ്മൾ നാച്ചുറൽ മെത്തേഡ്സിനകത്ത് വരുന്നുള്ളത്. നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞ റോസും കാര്യങ്ങളൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലി കൊണ്ടുപോയിട്ട് സ്റ്റെം വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആർട്ടിഫിഷ്യലിനകത്ത് വരും. അപ്പോൾ ഇത് ലീഫ് ഓഫ് ബ്രയോഫില്ലം ആണ്. പിന്നെ ഐ ഓഫ് പൊട്ടറ്റോ ട്യൂബറാണ്. ഐ ഓഫ് പൊട്ടറ്റോ ട്യൂബർ, ഇത് സ്റ്റെമ്മിനകത്താണ് കേട്ടോ വരിക. നമ്മുടെ പൊട്ടറ്റോ എന്ന് പറയുന്നത് സ്റ്റെമ്മിനകത്താണ് വരിക. പിന്നെ എന്താണ്? വാട്ടർ ഹയാസിന്ത്, ഇവിടെ ഓഫ്സെറ്റാണ്. ഓഫ്സെറ്റ് എന്ന് പറയും. ഓഫ്സെറ്റ് ഇതിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയാം. വാട്ടർ ഹയാസിൻ്റെ ഓഫ്സെറ്റിൽ നിന്നാണ് പുതിയത് വരുന്നത്.
പിന്നെ ഇത് പോകും, എന്നിട്ട് പുതിയത് വരും. അങ്ങനെയാണ് ഇത് ഓഫ്സെറ്റ്. പിന്നെ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ആകുമ്പോൾ നമ്മൾ എന്താണ്, അതായത് ഏതെങ്കിലും ഒരു ഓർഗൻ നമ്മളിത് ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ആക്കി മാറ്റും. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റെം കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മൾ പുതിയൊരു പ്ലാന്റ് ആക്കി മാറ്റാറുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് കട്ടിങ്. സോ സ്മോൾ പീസ് ഓഫ് റൂട്ട് നമുക്ക് കട്ട് ചെയ്യാം, എന്നിട്ട് നമ്മൾ പുതിയൊരു സോയിലിലേക്ക് അതിനെ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് അത് അവിടുന്ന് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ കട്ടിങ് എന്ന് പറയുന്നത് ഇൻ കേസ് ലെമണിൻ്റെ കേസിൽ. പിന്നെ റോസ്, ഷുഗർ കെയിൻ, ഹൈബിസ്കസിൻ്റെ കേസിൽ എന്താണ്, നമ്മൾ സ്റ്റെം പീസാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ സ്റ്റെം പീസ് നമ്മൾ പുതിയൊരു സോയിലിൽ പോയി പ്ലാന്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അതൊരു പുതിയ വലിയ പ്ലാന്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത് ഇൻ്റർനോഡ്, ഇത് നോഡ്, ഇത് ബഡ്. എന്നിട്ട് സ്റ്റെം കട്ടിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ന്യൂ ലീവ്സ് ഇവിടുന്ന് വരും, ഇവിടുന്ന് പുതിയ റൂട്ട്സ് വരും. അങ്ങനെ പുതിയൊരു എന്തായിട്ട് മാറും, പുതിയ പ്ലാന്റ് ആയിട്ട് അത് മാറും. അപ്പോൾ കട്ടിങ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആണ് ലെയറിങ്. ലെയറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ റോസ്, ലെമൺ, ഗ്രേപ്പ്, ഹൈബിസ്കസ്, ജാസ്മിൻ്റെ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ലെയറിങ് അല്ലേ. ഇവിടെ എന്താണ്, ലോവർ ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. ആർ ബെൻഡ് എ ലിറ്റിൽ ബിറ്റ് ആൻഡ് കവേർഡ് വിത്ത് സോയിൽ. കുറച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സോയിൽ വെച്ചിട്ട് കവർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ മേലെയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ പുതിയ പുതിയ ബ്രാഞ്ചസ് വന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, ലെയറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലെയറിങ്. പിന്നെ എന്താണ് നെക്സ്റ്റ്, ഇതാണ് സിമ്പിൾ ലെയറിങ്ങിനകത്ത് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, സിമ്പിൾ ജസ്റ്റ് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതിവിടെ സോയിലേക്ക് ഇതാക്കി കൊടുക്കും. അതിന് ശേഷം നോക്കിക്കോ, പുതിയ പുതിയ ബ്രാഞ്ചസ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. അതിനാണ് സിമ്പിൾ ലെയറിങ് എന്ന് പറയാം. നെക്സ്റ്റ് ആണ് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ക്യാരിഡ് ഔട്ട് ഓൺ പ്ലാന്റ്സ് ഹാവിങ് ഡിഫിക്കൽട്ടി ഇൻ ഫോമിങ് റൂട്ട്സ്. റൂട്ട്സ് ഫോം ചെയ്യാൻ ഡിഫിക്കൽട്ടി ഇല്ല പ്ലാന്റ്സിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള പ്ലാന്റിനെ, രണ്ട് പ്ലാന്റിനെ എടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇതതിനകത്ത് കാണുന്നുണ്ടല്ലോ. എന്താ നമ്മൾ ചെയ്യുന്നത്, വെൻ ബ്രോട്ട് ഇൻ ടു കോണ്ടാക്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ റൂട്ട് സ്റ്റോക്ക്, സിയോൺ, ഗ്രാഫ്റ്റ് യൂണിയൻ, റാപ്പിഡ് ആൻഡ് വാക്സ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഓഫ് ബോത്ത് ദ പ്ലാന്റ് ഡിവൈഡ്സ് ആൻഡ് മൾട്ടിപ്ലൈസ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ആ ടിപ്പിൽ ഉണ്ടാകുന്നുള്ള ടിഷ്യൂസാണ് അല്ലേ. അവർ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ഓരോന്നും എന്താണ് പുതിയ പ്ലാന്റായിട്ട് അവർ ഡെവലപ്പ് ചെയ്യും. സോ ദ റൂട്ടഡ് പ്ലാന്റ് ഈസ് കോൾഡ് ദ സ്റ്റെം പ്ലാന്റ്. റൂട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റിനാണ് നമ്മൾ സ്റ്റെം പ്ലാന്റ് എന്ന് പറയാം. ആ പ്ലാന്റിലേക്കാണ് നമ്മൾ ഗ്രാഫ്റ്റ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഗ്രാഫ്റ്റ് വെക്കുന്ന ആ പ്ലാന്റ് ഉണ്ടല്ലോ, ഏതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളത്, അതിനെയാണ് നമ്മൾ സ്പ്രൗട്ട് എന്ന് പറയാം. എ പ്ലാന്റ് ഈസ് സെലക്റ്റഡ് ആസ് ദ സ്കയോൺ. ഇവിടെ സ്കയോൺ കാണുന്നില്ലേ, സ്കയോൺ ആയിട്ട് നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്യും. ദാറ്റ് ഹാസ് സുപ്പീരിയർ ആൻഡ് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്. സുപ്പീരിയർ ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സ്കയോണിനെ നമ്മൾ സെലക്ട് ചെയ്യും. ആൻഡ് ദ സ്റ്റോക്ക് ഈസ് ജനറലി സ്ട്രോങ്, റോബസ്റ്റ് ആൻഡ് റിസൈലൻറ്റ്. മാംഗോ, ആപ്പിൾ, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗ്രാഫ്റ്റിംഗ് വഴി ഉണ്ടാക്കുന്നത്. ഇനി ഗ്രാഫ്റ്റ് ക്യാൻ ബി സെവറൽ ടൈപ്സ്. അതായത് ബഡ് ഗ്രാഫ്റ്റ് ഉണ്ട്, ലാറ്ററൽ ഗ്രാഫ്റ്റ് ഉണ്ട്, ടങ് ഗ്രാഫ്റ്റ് ഉണ്ട്, വെഡ്ജ് ഗ്രാഫ്റ്റ് ഉണ്ട്, ക്രൗൺ ഗ്രാഫ്റ്റ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ നാച്ചുറൽ മെത്തേഡ്സിനകത്തും ആർട്ടിഫിഷ്യൽ മെത്തേഡ്സിനകത്തും പറയാനുള്ളത്. ഇനി സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് പാരൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്രിസർവ് ചെയ്യേണ്ട പ്ലാന്റ്സിനെ നമുക്ക് ഈ മെത്തേഡിലൂടെ നമുക്ക് ചെയ്തിട്ട് അതിനെ പ്രിസർവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ പ്ലാന്റ്സ് ദാറ്റ് ആർ ലെസ് എഫിഷ്യൻറ്റ് സെക്ഷുവലി. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അവർ ലെസ് എഫിഷ്യൻ്റ് ആണെങ്കിൽ ഈ കേസിൽ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. പിന്നെ എന്താണ്, വെജിറ്റബിൾ പ്രൊപ്പഗേഷൻ ഈസ് യൂസ്ഫുൾ ഫോർ ഒബ്റ്റെയിനിങ് ഡിസീസ് ഫ്രീ പ്ലാന്റ്സ്. ഡിസീസ് ഫ്രീ പ്ലാന്റ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് എന്താണ്, രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസിനെ ഒന്നിച്ച് ഒരു പ്ലാന്റിൽ കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. അതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ കൂടി ബാക്കിയുണ്ട്. നമ്മൾ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അവിടെ വരണം അല്ലേ. അപ്പോൾ എന്താണ്, ഈതർ ബൈ ദ സെയിം ഇൻഡിവിജ്വൽ ഓർ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ്. അങ്ങനെയാണ് രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ, രണ്ട് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റിലൂടെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. എന്നിട്ട് ഇവിടെ എന്താണ്, ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂസിങ് നടക്കുന്നുണ്ട്. മെയിൽ ഗ്യാമേറ്റിൻ്റെയും ഫീമെയിൽ ഗ്യാമേറ്റിൻ്റെയും ഫ്യൂസിങ് നടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഗോട്ടായി മാറുന്നു. ആ സൈഗോട്ടാണ് പിന്നീട് ഒരു ഓർഗാനിസമായിട്ട് മാറുന്നത്. ഇതൊരു കോംപ്ലക്സ് മെത്തേഡാണ്, അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്, അതുപോലെ തന്നെ സ്ലോ ആണ്. ആ സെക്ഷൽ റീപ്രൊഡക്ഷനൊക്കെ പെട്ടെന്ന് നടക്കും, പക്ഷേ ഇത് കുറച്ച് സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്.
പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ഓഫ് സ്പ്രിങ്സ് ഒരിക്കലും ഐഡൻറ്റിക്കൽ ആയിട്ടില്ല. അതായത് ഒന്നുകിൽ ഓഫ് സ്പ്രിങ്സ് തമ്മിൽ ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നമ്മുടെ പാരൻസുമായിട്ട് ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. മോർഫോളജിയിൽ വ്യത്യാസം വരാം, അനാട്ടമി, ഫിസിയോളജി, അതുപോലെ തന്നെ സെക്ഷൽ റിപ്രൊഡക്ഷൻ പാറ്റേൺസ് ഇൻ ദ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫംഗൈ ഈസ് സിമിലർ. ഡിഫറൻസ് എവിടെയൊക്കെയുള്ളത്? മോർഫോളജി, അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ ഇവയ്ക്ക് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ പാറ്റേൺസ് നോക്കുമ്പോൾ പ്ലാന്റ്സ്, ആനിമൽസ്, ഫംഗിയിലൊക്കെ ഈ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഓഫ് പാറ്റേൺസ് എന്താണ് ഏകദേശം സിമിലർ ആണ്. പിന്നെ ഓൾ ഓർഗാനിസംസ് ഗോ ത്രൂ ജനറൽ ഗ്രോത്ത് ബിഫോർ റീപ്രൊഡക്റ്റീവ് ഗ്രോത്ത്. ഒരു ജനറൽ ഗ്രോത്ത് കഴിഞ്ഞിട്ടാണ് ഇവർ റീപ്രൊഡക്റ്റീവ് ഗ്രോത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവർ കംപ്ലീറ്റ്ലി റീപ്രൊഡക്റ്റീവ്ലി മെച്യൂർ ആവും. ആ ഒരു സമയത്ത് മാത്രമേ ഇവർക്ക് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജനറൽ ഗ്രോത്ത് കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഗ്രോത്തിലോട്ട് കയറും. അതിപ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ, ആനിമൽസിൻ്റെ ഒക്കെ കേസിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആദ്യം ഒരു ജനറൽ ഗ്രോത്ത് പീരീഡ് ആണ്, അതിനുശേഷമാണ് അവർ മെച്യൂർഡ് ആയിട്ട് റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് കടക്കുന്നത്. അപ്പോൾ ജനറൽ ഗ്രോത്തിന് ജുവനൈൽ ഫേസ് എന്ന് പറയും. ആനിമൽസിൻ്റെ കേസിൽ, പ്ലാന്റ്സിൻ്റെ കേസിൽ അതിന് വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയും. ജനറൽ ഫേസ് ജുവനൈൽ ഫേസും അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ഫേസും ആണ്. പിന്നെ ഏകദേശം നമ്മുടെ എന്താണ് ഈ പ്രൊസീജിയേഴ്സും പ്രോസസ്സും സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെത് എല്ലാ ഓർഗാനിസത്തിലും സിമിലർ ആണ്. അതായത് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. ആ സൈഗോട്ട് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറുന്നു. In all cases, sexual reproduction is characterized by the fusion of male gamete and female gamete of the species. പിന്നെ എന്താണ്, നമുക്ക് ഇതിനെ 3 സ്റ്റെപ്സ് ആക്കി മാറ്റാം. പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അതായത് ഫെർട്ടിലൈസേഷൻ ആണ് മെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നടക്കുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ, കഴിഞ്ഞ് നടക്കുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? മെയിൽ ഗ്യാമീറ്റ്സ്, ഫീമെയിൽ ഗ്യാമീറ്റ്സും വേണം. അപ്പോൾ ആ ഗ്യാമീറ്റ്സ് ആദ്യം ഫോം ചെയ്യണം. അപ്പോൾ ആ ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സിനാണ് നമ്മൾ ഗ്യാമീറ്റോജെനസിസ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഗ്യാമീറ്റ്സ് ഉണ്ട്. മെയിൽ ഗ്യാമീറ്റ്സ് മെയിൽ പാരന്റിൽ നിന്ന് വരുന്നു, ഫീമെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ പാരന്റിൽ നിന്ന് വരുന്നു. ഇനി ഗ്യാമീറ്റ്സ് രണ്ടും ഒരുപോലെയാണെങ്കിൽ അതിനെ നമ്മൾ ഐസോ ഗ്യാമീറ്റ്സ് എന്ന് പറയും. സിമിലർ അപ്പിയറൻസുള്ള ഗ്യാമീറ്റ്സിന് നമ്മൾ ഐസോ ഗ്യാമീറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഹോമോ ഗ്യാമീറ്റ്സ് എന്ന് പറയും. ക്ലാഡോഫോറയിലും യൂലോത്രിക്സിലൊക്കെ എന്താണ്, അവർ മോർഫോളജിക്കലും ഫിസിയോളജിക്കലും സിമിലർ ആണ്. പിന്നെ മോസ്റ്റ് സെക്ഷുവലി ഓർഗാനിസംസിനൊക്കെ എന്താണ് എപ്പോഴും ഹെറ്ററോഗ്യാമീറ്റ്സ് ആണ് ഉണ്ടാവുക. അതായത് രണ്ടും 2 ടൈപ്പായിട്ടാണ് ഉണ്ടാവുക, ഒരുപോലെ ഉണ്ടാവില്ല. അപ്പോൾ അതിനെ നമ്മൾ ഐസോഗ്യാമീറ്റ്സ് അല്ലെങ്കിൽ ഹെറ്ററോഗ്യാമീറ്റ്സ് എന്ന് വിളിക്കും. മോസ്റ്റ് കേസിലും എന്താണ്, മെയിൽ ഗ്യാമീറ്റ്സ് ആണ് കൂടുതൽ ആക്റ്റീവായിട്ട് ഉണ്ടാവുക. ഫീമെയിൽ ഗ്യാമീറ്റ്സ് ലാർജർ ആയിരിക്കും, അതുപോലെ തന്നെ സ്ലഗ്ഗിഷ് ആയിരിക്കും. ലാർജ് ആയിരിക്കുന്നത് ഫീമെയിൽ ഗ്യാമീറ്റ്സും കൂടുതൽ ആക്റ്റീവായിട്ട് ഉണ്ടാകുന്നത് മെയിൽ ഗ്യാമീറ്റ്സും ആണ്. മെയിൽ ഗ്യാമീറ്റ്സിനെ നമ്മൾ സ്പേം അല്ലെങ്കിൽ ആന്ത്രോസോയിഡ്സ് എന്ന് വിളിക്കും. ഫീമെയിൽ ഗ്യാമീറ്റിനെ എഗ് അല്ലെങ്കിൽ ഓവം എന്ന് വിളിക്കും. ഈ ഗ്യാമീറ്റ്സ് എപ്പോഴും ഹാപ്ലോയിഡ്സ് ആയിരിക്കും. ഏത് കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ കേസിൽ ഗ്യാമീറ്റ്സ് ഹാപ്ലോയിഡ്സ് ആയിരിക്കും. അത് രണ്ടും ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, വിച്ച് ആർ ഹാപ്ലോയിഡ് ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. ഒരു ഹാപ്ലോയിഡ് പാരൻറ്റ് ഒരു ഗ്യാമീറ്റിനെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. പിന്നെ എന്താണ്, വേരിയസ് ഓർഗാനിസം, അതായത് നമ്മുടെ മൊണീറ, ഫംഗൈ, ആൽഗെ, ബ്രയോഫൈറ്റ, അവിടെയൊക്കെ എന്താണ് ഡിപ്ലോയിഡ് ആണ് ആനിമൽസ്. അവിടെ മിയോസിസ് ആണ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്ന് മിയോസിസ് വഴി ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സ് ഉണ്ടാവുന്നു. ഇനി ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് വഴി മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഹാപ്ലോയിഡ് തന്നെ ഉണ്ടാവുന്നു. പിന്നെ എന്താണ്, നമ്മുടെ മെയിൽ ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂഷൻ. ഇനി ഗ്യാമീറ്റ്സ് ഫോം ചെയ്തു. ഗ്യാമീറ്റോജെനസിസ് കഴിഞ്ഞാൽ ഗ്യാമീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അതായത് ഈ 2 ഗ്യാമീറ്റ്സ് തമ്മിൽ കോൺടാക്ട് ചെയ്താലല്ലേ ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ നടക്കണം. സോ ഇത് 2 തമ്മിൽ എന്ത് ചെയ്യണം? ദേ മസ്റ്റ് കം ഇൻ ടു കോൺടാക്ട് ഫോർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് അവർ 2 തമ്മിൽ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു മെയിൽ ഗ്യാമീറ്റ് എപ്പോഴും എന്തായിരിക്കും? ആക്റ്റീവായിരിക്കും, അതുപോലെ തന്നെ അവർ മൊബൈലായിരിക്കും, അവർക്ക് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. ഫീമെയിൽ ഗ്യാമീറ്റ് എപ്പോഴും സ്റ്റേഷനറി ആയിട്ടാണ് ഉണ്ടാവുക, അവർക്ക് മൂവ് ചെയ്യാനുള്ള ഇതുണ്ടാവില്ല. ഗ്യാമീറ്റ് ട്രാൻസ്ഫർ റിക്വയർസ് ആൻ അപ്രോപ്രിയേറ്റ് മീഡിയം ടു ട്രാൻസ്ഫർ. അല്ല, അതിന് മൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിന് എന്താണ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് മീഡിയം അവിടെ ആവശ്യമാണ്. ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ എല്ലാം എവിടെ എത്തണമെന്നില്ല? ഫീമെയിൽ ഗ്യാമീറ്റ്സിനകത്ത് എത്തണമെന്നില്ല. അതുകൊണ്ടാണ് മെയിൽ ഗ്യാമീറ്റ്സിൻ്റെ കേസിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലൊക്കെ ഒരുപാട് മെയിൽ ഗ്യാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. കാരണം ടാർഗറ്റ് എവിടെയാണ്? ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനിലേക്ക് എത്തുക എന്നല്ലേ. അപ്പോൾ അവിടത്തേക്ക് ആ ഗ്യാമീറ്റ്സിലേക്ക് എത്തിയാൽ മാത്രമേ ഫ്യൂസിങ് നടക്കുള്ളൂ. അപ്പോൾ അതെല്ലാം എത്താത്തതുകൊണ്ട് തന്നെ ഒരുപാട് നമ്പേഴ്സിൽ ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഈ പോളൻ ഗ്രെയിൻസ്, പോളിനേഷൻ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ പോളൻ ഗ്രെയിൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും അല്ലേ? പക്ഷെ അത് ഫ്ലവറിലേക്ക് എത്തുന്നുള്ളത് കറക്റ്റ് ഒരു പോളൻ ഗ്രെയിൻ മാത്രം മതി അവിടെ ഫ്യൂഷൻ നടക്കാൻ. പക്ഷെ ആ ഒരു പോളൻ ഗ്രെയിൻ എത്താൻ വേണ്ടിയിട്ട്, കറക്റ്റ് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് അവിടെ ഫോം ചെയ്യുന്നുള്ളത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ ഏതാണ് നമ്മുടെ ആന്തർ ഫോം ചെയ്യുന്നുണ്ട്. ആന്തറിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. അത് സ്റ്റിഗ്മയിൽ വന്നിട്ട് അത് ഓവറിലേക്ക് എത്തുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രീ ഫെർട്ടിലൈസേഷൻ്റെ കേസിൽ പറയാനുള്ളത്. ഗ്യാമീറ്റ് ജനസിസ് വേണം, എന്നിട്ട് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് രണ്ടും കോണ്ടാക്റ്റിൽ വന്നാൽ അവർ ഫ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ നമുക്ക് സിംഗമി എന്ന് കൂടി പറയാം. അപ്പോൾ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. മോസ്റ്റ് ആൽഗി, ഫിഷ്, ആംഫിബിയൻസ് ഇതുപോലുള്ള ഓർഗാനിസത്തിലൊക്കെ സിംഗമി ഔട്ട്സൈഡ് ദ ബോഡിയിലാണ് നടക്കുക. അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. പക്ഷേ ചില ഓർഗാനിസത്തിനകത്ത് അത് ഇൻസൈഡ് ദ ബോഡിയിലായിരിക്കും നടക്കുക, അതായത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസിലൊക്കെ ബോഡിയിൽ അകത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. മെയിൽ ഗ്യാമറ്റ്സിൻ്റെ ഫീമെയിൽ ഗ്യാമറ്റ്സിൻ്റെ ഫ്യൂഷൻ. അപ്പോൾ അത് സിംഗമി ഔട്ട്സൈഡ് ആണെങ്കിൽ അത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആവുന്നു, ഇൻസൈഡ് ആണെങ്കിൽ എന്താണ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻസ് ആവുന്നു. അപ്പോൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് നമ്മൾ ഫ്രോഗ്സിലും അതുപോലെ തന്നെ ഫിഷിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ ലാർജ് നമ്പർ ഓഫ് യങ് വൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അതാണ് നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലാണ് അത് നടക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് നമ്പേഴ്സ് ഓഫ് യങ് വൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ്റെ കേസിലാണെങ്കിൽ ഫീമെയിൽ ബോഡിക്കകത്തായിരിക്കും അവർ നടക്കുക. ഫീമെയിൽ ബോഡിക്കകത്താണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുക. സീഡ് പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഇമ്മൊബൈൽ മെയിൽ ഗ്യാമീറ്റ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ ഫെയിൽ ഗ്യാമീറ്റ്സ് ത്രൂ പോളൻ ട്യൂബ്സ്. പോളൻ ട്യൂബ്സ് വഴിയാണ് അതിനെ കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ ഇതാണ് ഫെർട്ടിലൈസേഷൻ്റെ കേസിൽ. ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, ഇത് രണ്ടും ഫ്യൂസ് ചെയ്താൽ ഒരു സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ ദ സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻ ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ ബോഡിക്കകത്തായിരിക്കും ഈ സൈഗോട്ട് ഫോം ചെയ്തിട്ടുണ്ടാവുക. പിന്നെ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റാണ്, പുതിയൊരു ഓർഗാനിസമായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. ആ ഡെവലപ്മെൻറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളും അതുപോലെ തന്നെ അത് എവിടെയാണ്, ഇപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണോ എക്സ്റ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ആൽഗേൻ്റെ കേസിൽ ഒക്കെ ആണെങ്കിൽ സൈഗോട്ടിന് ഒരു തിക്ക് വാൾ ഡെവലപ്പ് ചെയ്യും. അത് റെസിസ്റ്റൻ്റ് ആയിരിക്കും ഡെസിക്കേഷനും അതുപോലെ തന്നെ ഡാമേജ് പോലുള്ള കേസിലൊക്കെ, കാരണം അവർ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റിലല്ലേ. അപ്പോൾ ബിഫോർ ജെർമിനേഷൻ തന്നെ അവർക്ക് ഒരു തിക്ക് വാളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനി ചില യൂണിസെല്ലാർ ഓർഗാനിസത്തിലാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ എന്ത് പറയും? കോൺജുഗേഷൻ എന്ന് പറയും. പിന്നെ ഒരു സൈഗോട്ട് ന്യൂക്ലിയസ് അവിടെ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് അതിന് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഈ സൈഗോട്ട് ഇസ് ദ വൈറ്റൽ ലിങ്ക് ദാറ്റ് എൻഷുർസ് ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ബിറ്റ്വീൻ ഓർഗാനിസം ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ്. പിന്നെ നമ്മൾ സൈഗോട്ട് എന്തായിട്ട് മാറുന്നു? എംബ്രിയോ ആയിട്ട് മാറുന്നു. അതിനെയാണ് എംബ്രിയോ ജനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഗോട്ട് ഇങ്ങനെ മൈറ്റോട്ടിക് ഡിവിഷൻ വഴി, സെൽ ഡിഫറൻസിയേഷൻ വഴി എംബ്രിയോ ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സെൽസ് അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരും. അതിനകത്ത് നിന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസും ഓർഗൻസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഫൈനലി ഒരു ന്യൂ ഓർഗാനിസം ആയിട്ട് അത് മാറും. സോ ആനിമൽസിൻ്റെ കേസിൽ ഫീമെയിൽ പാരൻറ്റിനകത്താണ് ഈ പറഞ്ഞിരിക്കുന്ന സൈഗോട്ട് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയും? വിവി പാരസ് എന്ന് പറയും അല്ലേ? വിവി പാരസ്. അപ്പോൾ ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ഫീമെയിൽ പാരൻറ്റിൻ്റെ ബോഡിക്കകത്താണ് നടക്കുന്നുള്ളതെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? വിവി പാരസ് എന്ന് പറയും. ഇനി ചില ഓർഗാനിസംസ് എഗ് ലേയിങ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അതായത് റെപ്റ്റൈൽസ്, ബേർഡ്സ്, അതുപോലെ തന്നെ ഫെർട്ടിലൈസ്ഡ് എഗ്സ് ഒക്കെ റെപ്റ്റൈൽസ്, ബേർഡ്സ് ഒക്കെ എഗ് ലേയിങ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സ് ആയിരിക്കും. അതായത് ഓൾറെഡി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിലുള്ള ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ആ എഗ്സിന് ഒരു ഹാർഡ് ഷെല്ല് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതൊരു സേഫ് പ്ലേസിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ടാണ് പുതിയ ഓർഗാനിസം അതിൽ നിന്ന് പുറത്തോട്ട് വരിക. അപ്പോൾ അവർ നമ്മളെന്ത് പറയും? ഓവി പാരസ് എന്ന് പറയും. അത് നമ്മളെന്ത് പറയും? ഓവി പാരസ് എന്ന് പറയും. സോ മദറിൻ്റെ ബോഡിക്കകത്താണെങ്കിൽ വിവി പാരസും, ഇതുപോലുള്ള എഗ് ലേയിങ് ആണെങ്കിൽ അതിന് നമ്മൾ വിവി പാരസ് എന്നും പറയും. ഓവി പാരസും വിവി പാരസും. ഇനി ഇത് രണ്ടും നടക്കുന്നുണ്ടെങ്കിൽ ഓവി വിവി പാരസ് ആണെങ്കിൽ അതിന് നമ്മൾ അതായത് എഗ് ലേയിങ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓവി വിവി പാരസ് എന്ന് പറയും. ഓവി വിവി പാരസ് എന്ന് പറയും.
ഓക്കെ അല്ലേ? അപ്പോൾ പോളിനേഷൻ എന്താണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിനകത്ത് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നമ്മളത് പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ അയച്ചു തരാം പിന്നീട്. ഇപ്പോൾ ഇത് സൈറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് എനിക്ക് ആ PDF കിട്ടിയിട്ടില്ല. സോ താങ്ക് യു.